ഇന്ന് ഏകദേശം രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ എണീച്ച് വന്നിട്ടുള്ളത്. രാവിലെ ആദ്യം കാണുന്ന കാഴ്ച എന്താന്ന് വെച്ചാൽ കാക്കയും നയനയും നീലൂട്ടനും കൂടിയിട്ട് പ്ലേ സ്കൂളിൽ പഠിക്കുന്ന നീലൂട്ടന്റെ പാരന്റ്സ് മീറ്റിംഗിന് പോണതാണ് കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ദോശയൊക്കെ ഞാൻ കഴിച്ചു. പിന്നെ താത്തല്ലാത്തതിന്റെ കുറവ് വല്ലാണ്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഓളൊന്ന് വീഡിയോ കോൾ ചെയ്ത് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഓൾ അവിടെ സ്റ്റിച്ച് ചെയ്യണതിന്റെ തിരക്കിലാണ് കേട്ടോ. എന്താണ് ഇത്ര കാര്യമായിട്ട്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് എല്ലാവരും കൂടി ഒന്ന് പുറത്തു പോകാന്ന് വിചാരിച്ചു. നയനക്ക് ഈയിടായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതേ ഉണ്ടാവും. അതായത് അവൾക്ക് വല്ലാത്തൊരു ഫോട്ടോഗ്രാഫി പ്രാന്ത് അങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്, വല്ലാത്തൊരു പാഷൻ. അപ്പൊ പിന്നെ അവളത് പഠിക്കാനും കാര്യങ്ങൾക്കും വല്ലാണ്ട് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. കാക്കാക്ക് അവളുടെ ഈ ആഗ്രഹം ആദ്യം അറിയണോണ്ടാവണം അവളുടെ ഒരു ബർത്ത്ഡേക്ക് കാക്ക ഗിഫ്റ്റ് കൊടുത്തതും ഒരു നല്ലൊരു ക്യാമറ തന്നെയാണ് കേട്ടോ. അതിനൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അവൾ എന്നോട് ആകെ ചോദിച്ചത് ഞാൻ നിന്റെ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നുള്ളതാണ്. പിന്നെ അല്ല, ഞാനാണെങ്കിൽ ഈ ഫോട്ടോ പ്രാന്ത് ഉള്ള ആളുമാണ് കേട്ടോ. ഫോട്ടോ എടുക്കാനല്ല, ഫോട്ടോ ഒക്കെ നിന്നു കൊടുക്കാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ്. അതായത് കുറച്ച് സമാധാനപരവും നല്ല ഒരു സ്ഥലവും തെരഞ്ഞിട്ടുള്ള പോക്കാണിത്. അങ്ങനെ ഞങ്ങൾ എത്തിപ്പെട്ടത് ഒരു ചെറിയൊരു പാർക്കാണ് കേട്ടോ. വലിയ സംഭവം ഒന്നല്ല, എന്നാലും കുറെ ആൾ വന്നിരുന്ന് സംസാരിച്ചിരിക്കാനും മക്കളെ ചെറുതായിട്ടൊന്ന് കളിപ്പിക്കാനൊക്കെ പറ്റിയതാണ്. മക്കൾക്കുള്ള ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, പിന്നെ എല്ലാം മഴയായതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റാത്തതാണ് കേട്ടോ ചിലതൊക്കെ. എന്തായാലും നല്ലൊരു മനസ്സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു അന്തരീക്ഷമാണ് കേട്ടോ. നല്ല പച്ചപ്പും ഹരിതാപൊക്കെ ഉണ്ട്. അങ്ങനെ ഞാനും നന്നായിട്ട് ഫോട്ടോ എടുക്കണതിന്റെ തിരക്കിലായിരുന്നു. അതിന്റെ ഇടയിൽ കാക്കയും മക്കളും അവിടെ ഒളിച്ചുകളി കളിക്കുമായിരുന്നു കേട്ടോ. ഒളിച്ചുകളിയിലുള്ള ഓട്ടത്തിനിടക്ക് ഈ മഴയൊക്കെ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീണതുകൊണ്ട് തന്നെ പിന്നെ അത് വേഗം നിർത്തി. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുത്തു. കുറച്ചേരൊക്കെ വർത്താനം പറഞ്ഞിരുന്നപ്പോഴേക്ക് നല്ലൊരു മഴ പെയ്തപ്പോൾ പിന്നെ അധികം അവിടെ നിന്നില്ല. ഞങ്ങൾ വന്നത് ചെരണി ടൂറിസം ഉദ്യാനമായിട്ടുള്ള ഒരു കുഞ്ഞു പാർക്കിലേക്കാണ് കേട്ടോ. മഴയൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് വേർക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതെന്താ നിങ്ങൾക്ക് മനസ്സിലായില്ല. അങ്ങനെ അതിന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കെയർ ബേക്കറിയിലൊക്കെ ഒന്ന് കയറിയിട്ടുണ്ട്. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ച് വിശ്രമിച്ച് ഇന്ന് പോകാമല്ലോ വീട്ടിലോട്ട്. അങ്ങനെ ചെറുതായ ഫുഡും ജ്യൂസും എല്ലാം ഓർഡർ ചെയ്ത് നല്ല രീതിയിൽ വയറൊക്കെ ഫുള്ളാക്കിയിട്ട് നേരെ വീട്ടിലോട്ട് പോയിട്ടോ. അപ്പൊ ശരി, ബൈ.